ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റിനും അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റിനും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഒരു 2 ക്ലാസ്സെങ്കിലും ഉണ്ടാവുള്ളൂ. ഇതിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെ കവർ ചെയ്തു? സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. 3 ടെൻസ്, പ്രധാനമായിട്ടുള്ള 3 ടെൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രസന്റ്, കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ടെൻസുകളുടെ പാസീവ് വോയിസും നമ്മൾ കവർ ചെയ്തിരുന്നു. അതിൽ കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, എന്ത് ബീയിങ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് നമ്മൾ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ING കൂടി ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ആ ബീയിങ് എന്ന് പറയുന്ന വാക്ക് ഇട്ടിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പാസീവ് വോയിസ് ഉണ്ടാക്കിയത്. അതേപോലെ പെർഫെക്റ്റിൽ നമ്മൾ ബിയുടെ വേറൊരു ഫോമാണ് ഇടുന്നത്. അപ്പോൾ അത് ഏതാണ് ഫോം, എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് നോക്കണം കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നത് ആക്റ്റീവ് വോയിസിൽ പഠിക്കണം. ഓക്കെ, ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പ്രാധാന്യം സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു നമ്മൾ പറയുന്ന സെന്റൻസുകൾക്കാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയാം അല്ലേ. പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അത്രയുള്ള വ്യത്യാസം. അപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ സബ്ജക്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ സബ്ജക്റ്റിന് അപ്പൊ അത് ആക്റ്റീവ് വോയിസ്. ഇനി നമ്മളൊരു സെന്റൻസ് തുടങ്ങുന്നത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്, അപ്പൊ പാസീവ് വോയിസ് ആവും. അപ്പൊ ഈ എല്ലാവർക്കും ഒരു സംശയം വരും, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലേ? ഇപ്പൊ ഹെൽമെറ്റ്, ഇപ്പോ തലയെണ്ണ അല്ലെ, വാച്ച്, ഇങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമല്ലേ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തു മാത്രം ആയിക്കൊള്ളണം എന്നില്ല. വസ്തു ആവാം, വ്യക്തി ആവാം അല്ലെ, എന്തു ആവാം. നമ്മള് ഒരു പ്രവൃത്തി, നാമമാവാം അല്ലെ, എന്തു ആവാം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി ആരോപിക്കപ്പെടുന്നത് എന്തിലാണോ അതാണ് ഒബ്ജക്റ്റ്. അതിപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യാണ്. ഇപ്പം ഞാനൊരാളെ അടിക്കുകയാണ്, അപ്പം ഞാൻ അടിക്കുന്നത് ഒരു വ്യക്തിനല്ലേ, അപ്പം ആ വ്യക്തി അവിടെ ഒബ്ജക്റ്റാണ്. ഇപ്പം ഞാൻ വാഹനം ഓടിക്കുകയാണ്, ഞാൻ ഓടിക്കുന്നത് വാഹനമാണ്, ആ വാഹനത്തിന് ജീവനില്ല, എന്നാലും അത് ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഇപ്പൊ ഞാനൊരു വസ്തു ഉപയോഗിച്ച് കളിക്കുകയാണ്, അപ്പൊ ആ വസ്തു അവിടെ ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോ അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്തൊരു വസ്തു ആണ് എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ജീവനില്ലാത്ത വസ്തു മാത്രമൊന്നല്ല, ജീവനുള്ളതാവാം, ജീവനില്ലാത്തതാവാം, നാമങ്ങളാവാം, എന്തു ആവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് പറയണം. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആക്റ്റീവ് വോയിസിൽ പറയണം. അപ്പോ ഞാന് കാർ ഓടിച്ചിട്ടുണ്ട്. ഒരു കാർ ഓടിച്ചിട്ടുണ്ട്. ഐ ഹാവ് അങ്ങനെ ആലോചിക്കാനൊന്നും പാടില്ല. പെട്ടെന്ന് നമുക്ക് വെറുതെ മൂന്നാമത്തെ രൂപം മനസ്സിലേക്ക് വരണം. I have driven a car. ഞാനൊരു കാർ ഓടിച്ചിട്ടുണ്ട് അല്ലേ. വേറെ സെന്റൻസ് പറഞ്ഞേ. അതേപോലെ തന്നെ ഞാനൊരു പാർട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോ ആലോചിക്കുകയാണ് ഏത് വെർബിന്റെ മൂന്നാമത്തെ രൂപം എന്താണ്? പോയിട്ടുണ്ട്. അതാ പറഞ്ഞ വെർബിന്റെ മൂന്നാമത്തെ രൂപം ആലോചിക്കുകയാണ്. I have gone to party. For a party. പാർട്ടിക്ക് എന്താണ്? പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെന്നല്ല നമ്മൾ പറയാ, പാർട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ ഞാനൊരു പാർട്ടിക്ക് പോയിട്ടുണ്ട്. I have gone for a party. I have gone for a party. ഞാനൊരു പാർട്ടിക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാനൊരു സാധനം ഞാൻ ഓടിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ ആക്റ്റീവ് വോയിസിൽ പറഞ്ഞത്. അപ്പോൾ അതേ സെൻറ്റൻസ് നമുക്ക് പാസീവ് വോയിസിൽ പറയണം. ഇപ്പോൾ കാറ് ഞാനാൽ ഓടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയാം?
കാർ ഞാനായി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. ഓടിക്കപ്പെടുക. അപ്പൊ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏത് വസ്തുവിനാ? the car. അവിടെ ബീന്റെ ഫോം. അവിടെ ബിയുടെ ഒരു ഫോം കൊടുക്കണം. ഏത് കൊടുക്കും? ബിയുടെ ഞാൻ കുറെ ഫോം പറഞ്ഞു, അതിൽ ഏത് ഇടുന്ന് പറഞ്ഞാൽ മതി. ആമ് ഈസ് ആറ്, വാസ് വേറ്, will be ബീയിങ്, വെറും ബി, പിന്നെ ബീൻ. ഇതിൽ ഏതിടും? അവിടെ ബീൻ ഇടണം. അതെങ്ങനെ ബീൻ എന്ന് പറയാൻ കാര്യം എന്താ? മാത്രം ഞാൻ പറഞ്ഞുതരൂല. അത് പറഞ്ഞോടാ, വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലോ. എന്തുകൊണ്ടാ ബീൻ എന്ന് പറയാൻ കാര്യം? അത് ഞാൻ എന്റെ മനസ്സിൽ മറ്റേ മൂന്നാമത്തെ അതന്നെ കറക്റ്റ്. കാരണം പെർഫെക്റ്റ് ടെൻസിൽ നമുക്കറിയാം മൂന്നാമത്തെ രൂപമാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ കൊടുത്തത് ബി എന്ന് പറയുന്നത് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ്. ഏത്? ബി എന്ന് പറയുന്നത് ഓർഡറിലായിക്കൊള്ളുന്നില്ലല്ലോ, ഞാൻ എന്തും പറയും. ബി എന്ന് പറയുന്ന വാക്കിന്റെ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ബീനാണ്. എങ്ങനെ വരുന്നത്? ബി അല്ലെങ്കിൽ ആമ് ഈസ് ആറ്, അതാണ് അതിന്റെ അതന്നെ. അതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ ബിയുടെ ഫോമുകൾ എങ്ങനെയൊക്കെയാ വരുന്നത്? ഒന്നുകിൽ ബി, അതല്ലെങ്കിൽ ആമ് ഈസ് ആറ്, ഒറ്റ ഗ്രൂപ്പാണ്. പിന്നെ അതിന്റെ പാസ്റ്റ് വാസ് വേറെ, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V3 ആണ് ബി. അതാണ് നമ്മൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? car have been driven by someone അല്ലെങ്കിൽ by me. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നുകൂടി ആലോചിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറഞ്ഞേ? I have driven the car. ഇനി കാറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണം. The car have been driven by me. ഇതല്ലേ പറഞ്ഞത്? അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും എന്തൊരു സെന്റൻസ് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സാധനം ഒന്നാണോ ഒന്നിൽ കൂടുതലുണ്ടോ എന്നാണ്. ഏത് സെന്റൻസ് പറയുമ്പോഴും, നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറയുമ്പോഴും പാസീവ് വോയിസിൽ പറയുമ്പോഴും നമ്മൾ പറയുന്ന ഫസ്റ്റത്തെ വസ്തു അത് ഒരു സബ്ജക്റ്റ്, ആക്റ്റീവ് സെന്റൻസിലുള്ള ഒരു സബ്ജക്റ്റ് ആവാം, അതല്ലെങ്കിൽ പാസീവിലുള്ള ഒരു ഒബ്ജക്റ്റ് ആവാം. ഇതിൽ രണ്ടാണെങ്കിലും ഇത് ഒന്നാണോ രണ്ടാണോ നോക്കിയിട്ട് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് കിട്ടിയത്? എന്താ പറയണ്ടേ? അങ്ങനെയാണ് വരേണ്ടത്. The car has been driven by me. അവിടെ കാർ ഉത്തരത്തിന്റെ ഇതും പറഞ്ഞതും തെറ്റാണ്. എന്ത് ഉത്തരം? അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ I have. അത് കറക്റ്റ്. ഐ ഹാവ് ബീൻ, കാരണം ഐ എന്ന് പറയുന്നത് ഐ ഹാവ് ബീൻ ഡ്രിവൺ എ കാർ, ഞാനൊരു കാർ ഓടിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് പാസീവ് വോയിസിലേക്ക് വരുമ്പോഴേക്കും ദ കാർ ഹാസ് ബീൻ ഡ്രിവൺ ബൈ മീ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടി പറയാണ്. നമ്മൾ എന്താണോ ഈ സെന്റൻസിൽ വരുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം പറയുന്നു. അത് പറഞ്ഞതിന് ശേഷം ആ സെന്റൻസിൽ വരുന്ന ഓക്സിലറി വെർബ്, ഓൾറെഡി ഒരു ഓക്സിലറി വെർബ് ഹാവോ ഹാസോ ഉണ്ടാവും. അതിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് ഹാവും ഹാസും തിരഞ്ഞെടുത്തിട്ട് ഇടുന്നു. അതിനുശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം ഇടണം. ആ മൂന്നാമത്തെ രൂപം ഇടുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ബീൻ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. അല്ലേ? ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ദ കാർ ഹാസ് ബീൻ ഡ്രിവൺ ബൈ മീ. ലാസ്റ്റ് നമ്മൾ ബൈ ചേർത്തിട്ട് ആരാണ് ചെയ്തത് ആ ചെയ്ത. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ പാസീവ് വോയിസ് പറഞ്ഞപ്പോൾ ഒറ്റ വാക്ക് മാത്രമേ നമ്മൾ എക്സ്ട്രാ ചേർത്തുള്ളൂ. എന്താണ്? ബീൻ എന്ന് പറയുന്ന വാക്കേ ഉള്ളൂ. അല്ലേ? അപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ കമന്റ്സിൽ അതിനകത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ ഡെയിലി യൂസസിൽ ആയിട്ടുള്ള കുറെ പാസീവ് വോയിസ് പറയാമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പാസീവ് വോയിസിൽ നമ്മൾ അറിയാതെ കുറേ പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് ഒരിക്കലും അത് പാസീവ് വോയിസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കില്ല. അല്ലേ? ഇപ്പോൾ നമ്മൾ പാസീവ് വോയിസ് പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഇതിലൊരു
പെട്ടിട്ടുണ്ട്, പെടുന്നു, ഇങ്ങനെ ഒരു പെടുക എന്നുള്ളൊരു വാക്യത്തിനകത്ത് കയറി വരും. അത് ഏതിലും പക്ഷെ ആ പെടുക എന്നുള്ളത് നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ പറയില്ല. അതവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആ വസ്തു അത്രേ പറയുള്ളൂ. ഇപ്പൊ പറയാണ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കത്ത് എന്ന് പറയുന്ന കത്ത് അവിടെ വിട്ടിട്ടുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ആരാ വിട്ടതെന്നൊന്നും പറയില്ല. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്, കത്ത് അവിടെ അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അത് ഇംഗ്ലീഷിലുള്ള മലയാളം. അപ്പൊ കണ്ട അവിടെ ഒരു പെട്ടിട്ടുണ്ട് എന്നുള്ള വാക്ക് വന്നില്ലേ? പറയില്ല, കത്ത് അയച്ചിട്ടുണ്ട് എന്ന് പറയുള്ളൂ. ഈ കത്ത് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കണം കത്തിലാണ് തുടങ്ങിയത്. ഞാൻ കത്തയച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും കത്തയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ട് സെന്റൻസ് ആണ് അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയണം? ഞാൻ കത്തയച്ചിട്ടുണ്ട്, ഐ ഹാവ് സെൻഡ് എ ലെറ്റർ. ഞാനൊരു കത്തയച്ചിട്ടുണ്ട്. പക്ഷേ കത്തയച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനർത്ഥം കത്ത് ഞാനാൽ അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതെ, എന്ന് വെച്ചാല് അവിടെ ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ അവിടെ കത്ത് അയച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ അയാള് സബ്ജക്റ്റില് പറയുന്ന പോലെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കത്ത് അവിടെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാല് അവിടെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ആക്ച്വലി അത് പറയേണ്ടത് കത്ത് അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതെ, പക്ഷെ നമ്മൾ അങ്ങനെ പറയൂല. അതുകൊണ്ടാണ് ഈ പാസീവ് വോയിസ് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അധികം ബുദ്ധിമുട്ടായി നിനക്കല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. എന്തെങ്കിലും ഒരു വസ്തുവിനെ എടുത്തിട്ട് ആ വസ്തു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് പാസീവ് വോയിസിലാണെന്നാണ് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പം മനസ്സിലാവും കേട്ടോ. ഒന്ന്, കത്ത് അയക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ കത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഹാസ് ബീൻ സെൻഡ്. അപ്പൊ ഈ സെൻഡിന് 3 രൂപങ്ങൾ എങ്ങനെ അറിയാം? ഫസ്റ്റത്തെ സെൻഡ് ഒക്കെ സെൻഡ് തന്നെയാണ്. അതായത് SEND ആണെങ്കിൽ ഫസ്റ്റത്തെ V1 ആണ്. പിന്നെ അവസാനം D എന്ന് മാറിയത് T ആയിട്ട് മാറും. അപ്പൊ സെൻഡ് ഇങ്ങനെയാണ് വരുന്നത്. പറയുന്നത് എല്ലാം സെൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കത്ത് അയക്കപ്പെട്ടിട്ടുണ്ട്, സെൻഡിങ് എന്ന് പറയും. അപ്പോൾ അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഐ ആം സെൻഡിങ് ദ ലെറ്റർ എന്നാണ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കത്തുകൾ അയക്കപ്പെട്ടിട്ടുണ്ട്. കത്ത് അയക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ പറയാ? The letter has been sent. ഇനി ഇത് കത്തുകളാണെങ്കിലോ? The letters have been sent. The letters have been sent. കണ്ടോ, ഇവിടെ നമ്മൾ പറയുന്ന ആ വസ്തു ഏകവചനമാണോ ബഹുവചനമാണോ എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് പിടിക്കണം. അതേപോലെ തന്നെ നമ്മൾ അടുത്ത മൈൻഡിലേക്ക് പിടിക്കേണ്ട കാര്യം വെർബ്. ഈ വെർബിന്റെ അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അയക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ഞാൻ പറഞ്ഞു പാസീവ് വോയിസിലാണ് പറയാ. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അന്നേരം തന്നെ ഇതിൻ്റെ 3ാമത്തെ രൂപം പെട്ടെന്ന് തന്നെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ 2 കാര്യമാണ് ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇത് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന്. രണ്ടാമത്തെ കാര്യത്തിൻ്റെ വെർബിൻ്റെ 3ാമത്തെ രൂപം. ഈ ഒരു 2 സംഭവം പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വന്നാലേ നമുക്ക് സ്പീഡിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസ് മിൽക്കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ ഈ പെട്ടിട്ടുണ്ട് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതില്ലാതെ ആ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇനി അത് പാസീവ് വോയിസിൽ എങ്ങനെ പറയാൻ നോക്കാം. നിങ്ങൾ അതിനെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് അനുമാനിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അസൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയാക്കുക എന്നുള്ളത് വാക്ക് കംപ്ലീറ്റ് എന്നുള്ള അതിന്റെ 3rd ഫോം എടുത്താൽ മതി. കംപ്ലീറ്റ് എന്നാണ് അസൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ? അപ്പോൾ പെട്ടെന്ന് ആലോചിക്കണം. അത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാനൊന്നുമല്ല, പെട്ടെന്ന് ഏറ്റവും ലാസ്റ്റത്തെ കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ ദ അസൈൻമെന്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് മൈൻഡിൽ വന്നാ പറഞ്ഞോ. ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. The auto has been driven. The auto has been driven. ഇനി നമ്മുടെ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടല്ലോ മൊബൈലിലേക്ക് ഇങ്ങനെ വരും. മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരും, പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പൈസക്കാണ്
അല്ലേ? The money അല്ലല്ലോ, Money. the money has been credited. The money has been credited. പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്. The പച്ചക്കറികളാക്കിക്കോ. വെജിറ്റബിൾസ് has been അല്ല, വെജിറ്റബിൾസ് ആണ്. have been by bought. അല്ലേ? The vegetables have been bought. ഇനിയോ? അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിലതൊക്കെ ED വെച്ചിട്ടും അതേപോലെ തന്നെ പാസ്റ്റും എന്നുവെച്ചാൽ V2യും V3യും ഒരേപോലെ ആവും. അതിൽ നിങ്ങൾ V2 കൊണ്ടുപോയി ഇടരുത്. അത് V2 ഇടാൻ പാടില്ല. അത് ED ആണെങ്കിൽ നമുക്ക് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. വെള്ളം കുടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ the water വെള്ളം has been drunk. The water has been drunk by me. ഞാനാൽ വെള്ളം കുടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആക്ച്വലി അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്കത് റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും. നേരത്തെ പറഞ്ഞ ഓട്ടോ ഓടിക്കപ്പെട്ടിട്ടുണ്ട്, പൈസ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വെള്ളം ഞാനാൽ കുടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിയൽ സെൻറ്റൻസ് വരിക. പക്ഷെ ആ റിയൽ സെൻറ്റൻസ് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല, പറയാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നു, ഈ ഒബ്ജക്റ്റിലാണ് നമ്മൾ സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് നേരെ എടുക്കുന്നു. അത് ഏത് ടെൻസിലാണ് നമുക്ക് പറയേണ്ടത് നോക്കുക. ഓൾറെഡി അവിടെയുള്ള ഓക്സിലറിയുടെ കൂടെ പെർഫെക്റ്റിലാണെങ്കിൽ ബീൻ ചേർക്കുന്നു, കണ്ടിന്യൂസിലാണെങ്കിൽ ബീയിങ് ചേർക്കുന്നു, സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ ജസ്റ്റ് ഒരു ആമോ ഈസോ ആറോ ചേർക്കുന്നു, പാസ്റ്റിലാണെങ്കിൽ ജസ്റ്റ് ഒരു വാസോ വേറോ ചേർക്കുന്നു, ഫ്യൂച്ചറിലാണെങ്കിൽ ഒരു വിൽ അവിടെ ഉണ്ടാവും, ബി ചേർക്കുന്നു. ഇനി നമുക്ക് മിൽകുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ മിൽകുട്ടി എന്ത് ചെയ്യണമെന്നറിയോ? 3 സെന്റൻസ് അത് ആദ്യം ആക്റ്റീവ് വോയിസിൽ പറയണം, അത് തന്നെ പാസീവ് വോയിസിലും പറയണം. പറഞ്ഞോ? 3 സെന്റൻസ് സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പറ. അതിന്റെ മലയാളം പറയണം, അതിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. അതിന്റെ മലയാളം എന്താ വരിക? മലയാളം എന്താ വരിക? അല്ല, മലയാളം എന്താ പറയാ? ഇപ്പൊ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്, അതിന്റെ മലയാളം എന്താ വരും? ഞാനാലൊരു സിനിമ കണ്ടിട്ടുണ്ട്. ഞാനാലൊരു സിനിമ കാണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ അത്ര വേണ്ട, സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും കൺഫ്യൂഷൻ വരും. സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ the movie has been watched by me. The movie has been watched. സിനിമ കാണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ട്. രണ്ടും. അടുത്തത് ഞാനൊരു പാർക്കിൽ പോയിട്ടുണ്ട്. അത് നമ്മൾ പാസീവ് വോയിസ് ആക്കാൻ ശരിയാവില്ല. ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നല്ലേ? അപ്പൊ ആ സ്ഥലം ഞാനാൽ പോകപ്പെട്ടിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. അപ്പോ ഐ ഹാവ് ആദ്യം ആക്റ്റീവ് വോയിസിൽ പറ. ഇത് രണ്ടും കൂടി മിക്സ് ആവാൻ പാടില്ല. ആക്റ്റീവ് വോയിസിൽ പറ. അത് വേറെ പറ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. അപ്പോ ഐ ഹാവ് drunk the special drink. I have drunk a special drink. ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാസീവ് വോയിസ്, ഈക്വലി പാസീവ് വോയിസ്. a drink, a special drink, a special drink has been drunk by me. A special drink has been drunk by me. Okay, രണ്ടെണ്ണമായി. ഒന്നുകൂടി പറ. അടുത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പൂ പറിച്ചിട്ടുണ്ട്. ഞാനൊരു പൂ പറിച്ചിട്ടുണ്ട്. പറിക്കുക എന്നുള്ളതിന് പ്ലക്ക് എന്നാണ് വാക്ക്. അതിന്റെ എനിക്കറിയാം.
plucked. അപ്പോ I have plucked a flower. I have plucked a flower. അപ്പൊ I have been എന്ന് വരാൻ പാടില്ല. ഓക്കെ, അത് വരാൻ പാടില്ല. I have plucked a flower. എനിക്ക് മറ്റേ നമ്മൾ അന്ന് പഠിച്ചത് I have been plucking. അത് വേറെ ടെൻസ്. അത് ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ഇനി ഇതിലേക്ക് വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് പറ, ഈ സെന്റൻസ് തീർക്കാതെ. അല്ല, ഇപ്പൊ ഞാനൊരു പൂവ് പറിച്ചിട്ടുണ്ട്. Equally, a flower has been plucked by me. ആ, ഓക്കെ. ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് പാസീവ് വോയിസ്. ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹാവിന്റെ ഹാസിന്റെയും കൂടെ നോട്ട് ഇടുക. നെഗറ്റീവ് ആവും. ഹാവിനെ ഹാസിനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ചോദ്യമായി. ഇനി മിൽക്കുട്ടി പറഞ്ഞ ആ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം. ഇപ്പം നമ്മളൊരു കാര്യം കുറച്ചു കാലം മുന്നേ തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് നമ്മൾ പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ ബീൻ ചേർത്ത് പറയും. അപ്പോൾ അവിടെ ബീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിൻ്റെ ING ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ വി ഇങ്ങനെ നമ്മൾ പറയില്ല, വി ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ ഹാഫ് ആൻ അവർ. നമ്മളിപ്പോൾ അരമണിക്കൂറായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് വേറെ ടെൻസാണ്. അവിടെ നമ്മൾ ബീൻ ഉണ്ടാവും. ബീൻ കഴിഞ്ഞിട്ട് അവിടെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമല്ല വരുന്നത്, വെർബിൻ്റെ ING ഫോം ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരു കാര്യം മുന്നേ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ING ഫോം ഇട്ടത്. ഓക്കെ, അപ്പോൾ അതും ഇതും കൂടി മിക്സ് ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ പാസ്റ്റ് മീൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഇതിൻ്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. കിട്ടുന്നുണ്ടോ? എന്തായാലും നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്കുള്ള 2 ചോദ്യം ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം, ഈ പോലീസുകാർ കള്ളനൊക്കെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പോലീസുകാർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമുക്കത് കള്ളൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കള്ളൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് പോലീസുകാരാൽ എന്നാണ് ലാസ്റ്റ് വരെ. അത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കള്ളൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞേ, അറിയാമോ? വീലുകുട്ടി ഒരു ചോദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് ആനുവൽ എക്സാം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആനുവൽ എക്സാം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമന്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ.